സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരത്ത് വലിയ രൂക്ഷമാണ് കോൺഗ്രസിനുള്ളിലെങ്കിൽ കൊല്ലത്തേക്ക് പോകുമ്പോൾ അവിടെ റിബൽ വിഷയമാണ്. ഫോർവേഡ് ബ്ലോക്കിന് അവിടെ ഒരു സീറ്റ് നൽകി കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ, പ്രാദേശിക നേതാവിനെ ഫോർവേഡ് ബ്ലോക്കുകാർ അടർത്തിയെടുത്തുകൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ വാർഡിലെ ആൾക്കാർ മത്സരരംഗത്തേക്ക് വരികയാണ്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്കിന് ആരെങ്കിലും ഒരാളെ കണ്ടുപിടിക്കാൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ ഒരാളെ അടർത്തിയെടുത്ത് അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടുന്ന ഗതികേടിലേക്ക് എത്തിയത്. പക്ഷേ കോൺഗ്രസ്സുകാരാകെ ചൂടായി നിൽക്കുകയാണ്. എന്താണ് സാഹചര്യം? അതായത് കൊല്ലം DCC തങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്ന, ചതിച്ചു എന്ന് പറയുന്ന നിലപാടാണ് എൻ്റെ ഈ പിന്നിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ അതായത് കുരിപ്പുഴ ഡിവിഷൻ, കുരിപ്പുഴ വെസ്റ്റ് ഡിവിഷനിലുള്ള കമ്മിറ്റി, കോൺഗ്രസിൻ്റെ ഡിവിഷൻ കമ്മിറ്റി അംഗങ്ങൾക്കാകെ ഇന്നലെ ഇവർ വലിയൊരു കമ്മിറ്റി തന്നെ ചേരുകയും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇന്ന് ചുവരെഴുതി കഴിഞ്ഞു. എസ് ഷാനവാസ്, അതായത് അദ്ദേഹം മോത്തി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് UDFൻ്റെ ഇവിടുത്തെ റിബൽ സ്ഥാനാർത്ഥി. നിലവിൽ UDF ഇവിടെ ഈ ഫോർവേഡ്, ഷമി സൂചിപ്പിച്ചതുപോലെ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് നൽകുകയും ഷംനാഥ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഇവിടുത്തെ ഭാരവാഹിയായിരുന്നു കോൺഗ്രസിൻ്റെ ഇന്നലെ വരെ. പക്ഷേ അദ്ദേഹം 8 മാസം മുമ്പേ ഈ ഫോർവേഡ് ബ്ലോക്കിലേക്ക് പോയി തങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തതാണ് എന്നാണ് ഈ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ദേവരാജൻ ഇവരോട് പറഞ്ഞത്. പക്ഷേ അവിടെയാണ് ഇവർക്കെല്ലാം ഏറ്റവും കൂടുതൽ സങ്കടകരം. ഇത്രയും നാൾ ഫോർവേഡ് ബ്ലോക്കിൻ്റെ അംഗമായി ഒരു ഭാഗത്തിരിക്കുക, മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ പരിപാടികളിലെല്ലാം സജീവമായി പങ്കെടുക്കുക, ഭാരവാഹിയാവുക. തുടർന്ന് ഒരു സുപ്രഭാതത്തിൽ ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥിയായി. ഇതെല്ലാം അറിഞ്ഞിരുത്തിട്ടും കൊല്ലം DCC നേതൃത്വം തന്ത്രപരമായി ഇന്നലെ, ഇത്രയും നാൾ ഒന്നും ചെയ്യാതെ ഇന്നലെ കൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലും കൂടെ ഉണ്ടായിട്ട് തങ്ങളെപ്പോലും ഒരു കൂടിയാലോചന നടത്താതെ, തങ്ങളെ വിളിച്ച് അന്വേഷിക്കാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് VS ശിവകുമാറും ടീമും കൂടി ചെയ്തത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇനി ആര് പറഞ്ഞാലും ഈ ഒരു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കില്ല, ഇവിടെ ഉറപ്പായും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഇവരിത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി അവർ പറയും. നമ്മൾ കുഴിപ്പുഴ വെസ്റ്റ് ഡിവിഷനിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ഇന്നലെയാണ്. അതിന് കാരണം ഈ കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് നടന്ന 5 തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് അതിൽ 4 തെരഞ്ഞെടുപ്പിലും കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചത്. അതിൽ 2 സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും 2 തവണ LDF സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു. ആ 2 തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് 150ഓളം വോട്ടിന് മാത്രമാണ്. ആ ഡിവിഷൻ കഴിഞ്ഞ തവണ മുന്നണി ധാരണ പ്രകാരം ഫോർവേഡ് ബ്ലോക്കിന് നൽകുകയുണ്ടായി. എന്നാൽ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ നിൽക്കുകയും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടെന്നല്ല, നമ്മൾ 6 ബൂത്ത് ചേരുന്നതാണ് നമ്മുടെ ഡിവിഷൻ. ഈ 6 ബൂത്തിലും 3-ാം സ്ഥാനത്താണ് നമ്മൾ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥി എത്തിയത്. ഏതാണ്ട് 600-ൽ താഴെ വോട്ടുകളെ പിടിച്ചുള്ളൂ. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് വന്നത്. അതിലുപരി ഈ ഇപ്പം ഫോർവേഡ് ബ്ലോക്ക് കണ്ടെത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വെസ്റ്റ് മണ്ഡലം സെക്രട്ടറിയാണ്. മണ്ഡലം സെക്രട്ടറിയായിട്ട് ഷംനാഥ് കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് വരെ പാർട്ടി പരിപാടികളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. അതായത് മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടികളിലും പ്രതിഷേധ പരിപാടികളിലും ഒക്കെ സജീവമായി പങ്കെടുത്തിരുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. ഇതിപ്പം ബ്ലോക്ക് പ്രസിഡൻറ്റ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പം ദേശീയ സെക്രട്ടറി ദേവരാജൻ സാറുമായിട്ട് ബന്ധപ്പെട്ടവൻ പറഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന് 8 മാസം മുമ്പ് അവർ മെമ്പർഷിപ്പ് കൊടുത്ത് എഴുതുന്നെന്നും, അന്നേരം ഈ മെമ്പർഷിപ്പ് 8 മാസം മുമ്പ് കൊടുത്ത ആളാണ് ഈ കോൺഗ്രസിൻ്റെ പാർട്ടി പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്നത്. നമ്മളല്ല, ഇത് കേൾക്കുന്നവരെല്ലാം ഈ കേൾക്കുന്ന മുഴുവൻ ആൾക്കാരും ഞെട്ടും. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിപ്പം നമ്മൾ നിർത്തിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റത്തില്ല. കുഴിപ്പുഴ ഡിവിഷൻ കമ്മിറ്റി കൂടി കോൺഗ്രസിൻ്റെ മുഴുവൻ ബൂത്ത് പ്രസിഡന്റുമാരും മണ്ഡലം ഭാരവാഹികളും യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹികളും ഒക്കെ പങ്കെടുത്താണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയിച്ചത്. അതിലുപരി ഈ ഡിവിഷനൊരു പ്രത്യേകതയുണ്ട്. ഈ ഡിവിഷനിൽ കൊല്ലം യൂത്ത് കോൺഗ്രസിൻ്റെ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ഈ ഡിവിഷൻകാരനാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ഈ ഡിവിഷൻകാരിയാണ്. പിന്നെ INTUCയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, കോൺഗ്രസിന് ബ്ലോക്ക് ഭാരവാഹികളുണ്ട്, മറ്റ് മഹിളാ കോൺഗ്രസിൻ്റെ ഭാരവാഹികളുണ്ട്. കോൺഗ്രസ് ആൾക്കാരാൽ സമ്പുഷ്ടമായ ഒരു ഡിവിഷനാണ്. ഈ ഡിവിഷൻ തന്നെ എടുത്ത് ഫോർവേഡ് ബ്ലോക്കിന് കൊടുത്തതിനകത്തുള്ള അത് കൊടുത്തത് മാത്രമല്ല, അവർ സ്ഥാനാർത്ഥിയും കൂടെ സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അത് നമുക്ക് അത് വളരെ അതുമല്ല. ഇവിടെ കൊല്ലം കോർപ്പറേഷൻ
നമ്മൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ചുമതല നൽകിയിരുന്നത് വി എസ് ശിവകുമാറിനാണ്. ഇതിൻ്റെ ചർച്ചകൾ ഏതാണ്ട് 1 വർഷം മുമ്പേ DCCയിൽ ആരംഭിച്ചു. അന്നേരമുള്ള കമ്മിറ്റികളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആദ്യത്തെ കമ്മിറ്റി തൊട്ട് ഈ ഡിവിഷൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു. അതായത് ഇവിടെ വന്ന വോട്ടിംഗ് പാറ്റേൺ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ബിന്ദുകൃഷ്ണ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ 1500 2000 താഴെ വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ ഈ ഡിവിഷനിൽ നിന്ന് 400 കേൾക്കുന്നുണ്ട്. ഈ ഡിവിഷനിൽ 400 ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിന് കാരണം അതിന് മുമ്പ് നടന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. രാജ്കുമാർ, ഈ ഫോർവേഡ് ബ്ലോക്കിനൊക്കെ സീറ്റ് കൊടുക്കാൻ പിന്നെ തീരുമാനിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? അത് ഇതുവരെ അവരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ അവർക്ക്. അതെ ഈ ഫോർവേഡ് ബ്ലോക്കിന് ഇവിടെ എത്ര വോട്ടുണ്ട് അത് പറയും. ഫോർവേഡ് ബ്ലോക്കിന് ഞാൻ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയിട്ട് 3 വോട്ടേ ഉള്ളൂ. 3 വോട്ട്. അത് അത്രയ്ക്കും അവരെ അല്ലല്ല, അത് സത്യമാണ്. 3 വോട്ടേ ഉള്ളൂ. ഒന്ന് ദേവരായൻ്റെ വോട്ട്, ഒന്ന് ദേവരായൻ്റെ അനിയൻ്റെ വോട്ട്, പിന്നെ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്ന് മത്സരിക്കുന്ന ആളിൻ്റെ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ 3 വോട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് വേറൊന്ന് പറയാനുള്ളത്, ദേവരാജൻ കുറേ വർഷങ്ങളായിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു പാർട്ടിയായിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇരുന്നിട്ട് കഴിഞ്ഞ 9 മാസത്തിന് മുമ്പായി തന്നെ ഈ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഒരാളിനെ അടർത്തിയെടുത്തിട്ട് രഹസ്യമായി മെമ്പർഷിപ്പ് കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത് മുന്നണി മര്യാദകൾക്ക് ചേർന്നതാണോ എന്ന് ചിന്തിക്കണം. അയാൾ എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് അയാളെ പുറത്താക്കണമെന്നാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇത് അയാൾ ജയിക്കാനൊന്നും അല്ല സ്ഥാനാർത്ഥി എത്തിക്കുന്നത്, ദേശീയ ലെവലിൽ പിരിക്കാൻ വേണ്ടിയാണ്, പണം പിരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ വേറൊരു ഉദ്ദേശം അയാൾക്കില്ല. ഷമി, മറ്റൊരു കാര്യം, ഇദ്ദേഹമാണ് നമ്മുടെ ഷാനവാസ് ഏട്ടൻ, ഇദ്ദേഹമാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി. ആത്മവിശ്വാസം ഉണ്ടോ? തീർച്ചയായിട്ടും ആത്മവിശ്വാസമുണ്ട്. ഈ ഡിവിഷനിലെ മൊത്തം കോൺഗ്രസ് നേതാക്കളും എൻ ബ്ലോക്കായിട്ട്, അതായത് താഴേക്കട മുതൽ അങ്ങേയറ്റം ബ്ലോക്ക് കമ്മിറ്റി, ബ്ലോക്ക് സെക്രട്ടറിമാർ, പഴയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ, DCC ഭാരവാഹികൾ ഉൾപ്പെടെ എനിക്ക് ഫുൾ സപ്പോർട്ട്. അവരുടെ ഉത്തേജനമാണ് എനിക്ക്. ഇതിപ്പോ സ്വാഭാവികമായിട്ട് എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതുപോലെ എല്ലാ പ്രശ്നങ്ങളും സംസ്ഥാനത്ത് പലയിടത്തും ഉണ്ടാവും. നിങ്ങൾ പിന്മാറില്ലേ ആരെങ്കിലും ഒത്തുതീർപ്പ് നടത്തിയ? സാർ, ഞാൻ 55 വർഷമായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാം. ഞാൻ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിത്തിനോ ഒരു സ്ഥാനത്തിനോ വേണ്ടി പോയിട്ടില്ല. ഇപ്പൊ പിന്മാറുമോ? എന്റെ ചോദ്യം അതാ. പിന്മാറത്തില്ല. ആര് പറഞ്ഞാലും ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ ആരും പിന്മാറത്തില്ല. ഞങ്ങൾ ആര് പറഞ്ഞാലും ശരി, ഞങ്ങൾ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ വളർന്നു വന്നവരാണ്. രാജ്കുമാർ, ഈ ഫോർവേഡ് ബ്ലോക്കിന് സീറ്റ് കൊടുക്കുന്നതിലും ഭേദം മത്സരിക്കുന്നത് തന്നെയാണ് എന്ന് അവർ ഉറച്ചു തന്നെയാണ്. അവരെന്തായാലും അക്കാര്യത്തിലൊരു പിന്മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല.